أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش الرحمن فاسأل به خبيرا صدق الله العظيم. അൽ-ഫുർഖാൻ 58:9. വതവക്കൽ, താങ്കൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുക, അലൽ ഹയ്യ്, ജീവിച്ചിരിക്കുന്നവന്, യഥാർത്ഥ ഹയ്യിന് എന്നാണ്, അഥവാ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവന്, അല്ലദീ ലാ യമൂത്തു, മരിക്കാത്തവനായ, വസബ്ബിഹ്, താങ്കൾ പ്രകീർത്തിക്കുകയും ചെയ്യുക, ബിഹംദിഹി, അവനെ സ്തുതിച്ചുകൊണ്ട്, അവൻ്റെ സ്തുതി കൊണ്ട്, അഥവാ അവനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുക എന്നർത്ഥം. വകഫാ ബിഹി, അവൻ മതിയായവനാണ്, ബിദുനൂബി ഇബാദിഹി, അവൻ്റെ അടിമകളുടെ പാപങ്ങളെ സംബന്ധിച്ച്, ഖബീറ, സൂക്ഷ്മമായി അറിയുന്നവൻ. വകഫാ ബിഹി ഖബീറൻ ബിദുനൂബി ഇബാദിഹി എന്നാണ് ഗദ്യം. അവൻ്റെ അടിമകളുടെ പാപങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അവൻ എന്നർത്ഥം. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ, അഥവാ വതവക്കൽ അലൽ ഹയ്യില്ലദീ ഖലഖസ് സമാവാതി വൽ അർള എന്നാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ, വമാ ബൈനഹുമ, അവയ്ക്കിടയിലുള്ളതിനെയും, ഫീ 6 അയ്യാമിൻ, 6 നാളുകളിലായി, സുമ്മസ്തവാ, പിന്നീട് ഉപവിഷ്ടനാകുകയും ചെയ്തവൻ, അലൽ അർഷ്, സിംഹാസനത്തിന്മേൽ, അർ-റഹ്മാൻ, അവൻ അർ-റഹ്മാനാണ്, പരമകാരുണ്യവാനാണ്. ഫസ്അൽ ബിഹി, ഫസ്അൽ, താങ്കൾ ചോദിക്കുക, ബിഹി, അവനെ സംബന്ധിച്ച്, ഖബീറ, സൂക്ഷ്മജ്ഞാനമുള്ളവനോട്. ഫസ്അൽ ബിഹി ഖബീറ, അവനെ സംബന്ധിച്ച് സൂക്ഷ്മജ്ഞാനമുള്ളവനോട് ചോദിക്കുക. അങ്ങനെയാണ് അതിൻ്റെ പരിഭാഷ, വിശദീകരണം നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്, മുകളിൽ പറഞ്ഞത്, ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, അവരോട് പറയുക, ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലം ചോദിക്കുന്നില്ല എന്ന്. പിന്നെ അതോട് ചേർത്ത് പറയുന്നതാണ് വതവക്കൽ. പിന്നെ താങ്കൾ എന്ത് ചെയ്യണം? എല്ലാ വരുംപരായികകളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അഥവാ അവൻ തീരുമാനിച്ചത് വരും, അല്ലാത്തത് വരില്ല. അതുകൊണ്ട് അവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ എന്ന് തീരുമാനിക്കുക. അഥവാ ഇങ്ങനെ സത്യത്തിൻ്റെ നിലപാട്, അല്ലെങ്കിൽ സത്യപ്രബോധനത്തിൻ്റെ നിലപാട് സ്വീകരിച്ചതിൻ്റെ ശേഷം എന്ത് സംഭവിക്കും എനിക്ക്, അല്ലെങ്കിൽ സമൂഹത്തിന്, അതൊന്നും ഒരുപാട് തല പുകയേണ്ടതില്ല. താങ്കൾ ചെയ്യേണ്ടത് ചെയ്യുക, വരുംപരായികകൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. പിന്നെ അലൽ ഹയ്യില്ലദീ ലാ യമൂത്തു, ഭരമേൽപ്പിക്കുന്നത് ആരിലാണ്? ഒട്ടും ആശങ്ക വേണ്ട, അത് മരിക്കാത്ത, എന്നും ജീവിച്ചിരിക്കുന്നവനെയാണ്. ഹയ്യ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ഇപ്പം ജീവനുള്ള ആളും ഹയ്യാണ്, പക്ഷേ അല്ലാഹു തആല ഹയ്യില്ലദീ ലാ യമൂത്തു ആണ്, അഥവാ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അള്ളാഹു ജീവിക്കാത്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ല എന്നതുപോലെ അള്ളാഹു ജീവിക്കാത്ത ഒരു കാലം വരുന്നുമില്ല. അതിൽ വളരെ വ്യംഗ്യമായ ഒരു ട്രോളലുണ്ട്. അതെന്താ? അവരെക്കുറിച്ച് പറഞ്ഞു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉഹും വലാ യളുറുഹും, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആരാധിക്കുന്നത്, അവർക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവനിലാണ്. എന്നാൽ താങ്കൾ ഭരമേൽപ്പിക്കുന്നത് എന്നും ജീവിച്ചിരിക്കുന്നവനും ഒരിക്കലും മരിക്കാത്തവനുമായ അള്ളാഹുവിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? വസബ്ബിഹ് ബിഹംദിഹി, നിഷേധികൾ ആരാധിക്കുന്നത്, ആരാധനയുടെ അടിസ്ഥാനമാണ് തസ്ബീഹ്. നഹ്നു നുസബ്ബിഹു ബിഹംദിക വ നുഖദ്ദിസു ലക എന്നാണല്ലോ മലക്കുകൾ പറഞ്ഞത്.
അള്ളാഹു പരിശുദ്ധനാണ് എന്ന് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, അത് ആരാധനയുടെ ഭാഗമാണ്. അത് തന്നെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുക. സ്തുതിച്ചുകൊണ്ട് എന്ന് പ്രത്യേകം പറയുന്നത് എന്തിനാണ്? അവനോട് നന്ദി ചെയ്തുകൊണ്ടും അതുപോലെ അവനെ സ്നേഹിച്ചും ആദരിച്ചും ഇഷ്ടപ്പെട്ടും പ്രകീർത്തിക്കുക എന്നാണ്. അങ്ങനെ അല്ലാതെയും പ്രകീർത്തിക്കാം. ഒരു ശത്രുവിനെ അവൻ ഭയങ്കര സാധനമാണ്, അവൻ അങ്ങനെയുള്ളവനാണ് ഇങ്ങനെയുള്ളവനാണെന്നൊക്കെ പുകഴ്ത്തുന്നത് പോലെ പ്രകീർത്തിക്കാം. പക്ഷെ അത് ശപിച്ചുകൊണ്ടായിരിക്കും. അല്ല, ഇത് പുകഴ്ത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ടുള്ള പ്രകീർത്തനമാണ്. ആരാധന അതിനു വേണ്ടിയുള്ള തസ്ബീഹും തഹ്മീദും തഹ്ലീലും ഒക്കെ നിർവഹിക്കലാണല്ലോ ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് കുനിഞ്ഞു നിന്ന് പ്രകീർത്തിക്കുന്നു, സുജൂദിൽ കടന്ന് പ്രകീർത്തിക്കുന്നു, നിന്ന് പ്രകീർത്തിക്കുന്നു. യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറൻ ബസീറാ. അവൻ്റെ അടിമകൾ താങ്കളെ പലതും ചെയ്യും, അതുകൊണ്ടാണ് തവക്കുലാക്കാൻ പറയുന്നത്. പക്ഷേ അതേ സംബന്ധിച്ച് അവൻ ഖബീറാകുന്നു. വകഫാ ബിഹി ഖബീറൻ ബിദുനൂബി ഇബാദിഹി എന്നാണ്. അവൻ്റെ അടിമകൾ ചെയ്യുന്നതൊക്കെ അതോർത്ത് താങ്കൾ തല പുകയേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ടതില്ല. അതൊക്കെ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. കാരണം അതൊക്കെ അവന് നന്നായിട്ടറിയാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇനിയും അള്ളാഹുവിനെ കുറിച്ച് തന്നെ പറയുകയാണ്. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ. ബരമേൽപ്പിക്കുന്നത് ആരിലാണ്? ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിലാണ്. വമാ ബൈനഹുമ, അതിൻ്റെ ഇടയിലുള്ളതിനെയും അവനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഫീ സിത്തത്തി അയ്യാമിൻ, 6 നാളുകൾ കൊണ്ട് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം എന്നത് തർക്കമുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഒരു സംഗതിയാണ്. ചിലർ പറയുന്നത് 6 ഘട്ടങ്ങളിലായിട്ടാണെന്നാണ്. വേറെ ചിലർ പറയുന്നത് 6 ദിവസങ്ങളിൽ, അഥവാ നമ്മളിപ്പോൾ ആകാശം ഭൂമി ഉണ്ടായതിൻ്റെ ശേഷം ഭൂമിയിലെ കറക്കത്തിനനുസരിച്ചാണല്ലോ നമ്മുടെ ദിവസം. നമ്മൾ ചെലവാക്കുന്ന 6 ദിവസത്തെ, നമുക്ക് 6 ദിവസത്തിൻ്റെ സമയത്തോളം വരുന്ന സമയം പ്രപഞ്ച സൃഷ്ടിക്ക് അവൻ എടുത്തിട്ടുണ്ട് എന്നാണ് മറ്റൊരു വിശദീകരണം. ഇങ്ങനെ ഏതാണ് ഉദ്ദേശം എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുപോലെ അല്ല, നമ്മളെപ്പോലെ തന്നെ 6 ദിവസം എടുത്തു എന്നുമാകാം ഉദ്ദേശം. എന്താണെന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. ഏതായാലും ആ അയ്യാമ അയ്യാമാണ് എന്ന് അള്ളാഹ് വ്യക്തമാക്കിയിട്ടില്ല. അള്ളാഹു താലാൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരു ദിവസം അവൻ്റെ ഒരു ദിവസം നിങ്ങളുടെ 1000 ദിവസമാണെന്നൊക്കെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യം മനസ്സിലാക്കാൻ പ്രയാസമുള്ള പ്രയോഗങ്ങളിൽപ്പെട്ടതാണ്. പിന്നെ എന്തിനാണത് പറയുന്നത്? അവന് കൃത്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ്. ഉമ്മ കുഞ്ഞിനോട് ഞാൻ നിന്നെ 10 മാസം നൊന്തു വെറ്റതാണ്, 10 മാസം ഗർഭം ചുമന്ന് വെറ്റതാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഗർഭകാലം 10 മാസമായിരുന്നു എന്ന് അറിയിക്കാനല്ലല്ലോ അങ്ങനെ പറയുന്നത്. പകരം ഞാൻ നിന്നെ ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ചതാണ് എന്ന വസ്തുതയ്ക്ക് ഒരു അടിവര ഇടാനാണ് 10 മാസം എന്ന് പറയുന്നത്. അല്ലാതെ 8 മാസമേ ഉള്ളൂ 6 മാസമേ ഉള്ളൂ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ അള്ളാഹ്ക്ക് നന്നായിട്ടറിയാം ഇതിനു വേണ്ടി എത്ര ഘട്ടങ്ങളുണ്ടായി അല്ലെങ്കിൽ എത്ര സമയമെടുത്തു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ ഫീ സിത്തത്തി അയ്യാമിൻ എന്ന് പറയുന്നത്. സുമ്മസ്തവ അലൽ അർഷ്, പിന്നീട് അവൻ അർഷിൽ ഉപവിഷ്ടനായി. എന്താണ് ഇസ്തിവാ എന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. ഇമാം മാലിക്കിൻ്റെ പ്രസിദ്ധമായ വചനമുണ്ട്, അൽ ഇസ്തിവാഉ അള്ളാഹിൻ്റെ സിഫത്താണ്. അൽ ഇസ്തിവാഉ ഗൈറു മജ്ഹൂലുൻ, ഇസ്തിവാ എന്താണ് എന്ന് അറിയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതേക്കുറിച്ച് ചോദിക്കലും ചർച്ച ചെയ്യലും ഒക്കെ ബിദ്അത്തുമാണ് എന്നാണ് ഇമാം മാലിക്കിൻ്റെ പ്രസിദ്ധമായ വാചകം. കൈഫിയത്തുഹു അൽ കൈഫു ഗൈറു മഅഖൂലുൻ, അതിൻ്റെ രൂപം മനസ്സിലാക്കാൻ കഴിയാത്തതാണ്.
അത് ഇരുന്നു എന്ന് പറയുന്നത് അത് പിന്നെ അറിയാത്തതാണ്. വിശ്വസിക്കൽ അല്ല പറഞ്ഞതുകൊണ്ട് നിർബന്ധമാണ്. ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചർച്ച ബിദ്അത്തുമാണ്. കാരണം റസൂൽ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഇങ്ങനെ അതിനെ വിശദീകരിക്കുന്നവരാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ ഭൂരിപക്ഷവും. ചിലർ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അല്ലാഹു തആല പ്രപഞ്ചത്തിൻ്റെ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഉദ്ദേശമെന്ന്. അല്ലാഹു അഅലം. ഇസ്തിവാ എന്ന വാക്കിന് ഉപവിഷ്ടനായി എന്ന് പറഞ്ഞത് അർത്ഥം കിട്ടാത്ത മലയാളം പറയുന്നതാണ്. വാക്കിൻ്റെ നേരെ അർത്ഥം ഇരുന്നു എന്നാണ്. ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റിന് വേണ്ടി, വിശ്രമത്തിന് വേണ്ടി കസേരയിൽ ഇരിക്കൽ, അതല്ല ഇസ്തിവാ. ജഡ്ജിയുടെ റൂമിലോ വീട്ടിലോ കസേരയിൽ ഇരുന്നത് കൊണ്ട് ഇസ്തിവാ ആവില്ല. ജഡ്ജി കോടതിയിൽ അയാളെ സീറ്റിൽ വന്നിരുന്നാൽ അതാണ് ഇസ്തിവാ. ഡ്രൈവർ അല്ലെങ്കിൽ യാത്രക്കാരനൊക്കെ ഏത് സീറ്റിൽ ഇരുന്നാലും ഇസ്തിവാ ആവില്ല. ഡ്രൈവർ ഇരുന്നാൽ അത് ഇസ്തിവാ ആണ്. അഥവാ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഇരിക്കലാണ് ഇസ്തിവാ. അപ്പോൾ ആലങ്കാരികമായി പറഞ്ഞതാകാം പ്രപഞ്ചത്തിൻ്റെ ഭരണം. അതുകൊണ്ടാണ് സുമ്മ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറയുകയാണെന്നേ ഉള്ളൂ. സുമ്മസ്തവ അലൽ അർഷ്, സൃഷ്ടിക്കുകയും പിന്നെ അതിൻ്റെ നിയന്ത്രണം, അതിൻ്റെ അധികാരം ഏറ്റെടുക്കുകയും ചെയ്തു എന്നുമാകാം. അല്ലാഹു അഅലം. അർ-റഹ്മാൻ, അങ്ങനെയൊക്കെ ചെയ്യുന്ന അല്ലാഹു, അവൻ അർ-റഹ്മാനാണ്. ആദ്യം പറഞ്ഞത് അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, പിന്നെ സൃഷ്ടിച്ചത് അവനാണ്, പിന്നെ അധികാരത്തിൽ അവനാണ്, അതോടൊപ്പം അവൻ എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നവനുമാണ്. ഫസ്അൽ ബിഹി ഖബീറ, അതുകൊണ്ട് താങ്കൾ അവനെ സംബന്ധിച്ച് ഖബീറിനോട് ചോദിക്കുക, ഒരു ഖബീറിനോട് ചോദിക്കുക എന്നാണ്. അഥവാ അള്ളാഹുവിനെ കുറിച്ച് നന്നായിട്ട് അറിയാൻ സൂക്ഷ്മജ്ഞനായ പണ്ഡിതനായ ഒരാളോട് ചോദിക്കുക എന്നാണ് അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു, വേദക്കാരായ പണ്ഡിതന്മാരോട് അള്ളാഹുവിനെ കുറിച്ച് ചോദിച്ചു നോക്കുക എന്ന്. അതാണ് ചിലരതിന് പറഞ്ഞിരിക്കുന്ന അർത്ഥം. വേറെ ചില ആളുകൾ അള്ളാഹുവിനോട് തന്നെ ചോദിക്കുക, ഫസ്അൽ ബിഹി ഖബീറ, അവനാണ് ഖബീർ, അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ച് അവനോട് തന്നെ ചോദിക്കുക. അവിടെ ബിഹി എന്ന് പറയുന്നത് അൻഹു, അവനെ സംബന്ധിച്ച് എന്നാണ് രണ്ട് വ്യാഖ്യാനത്തിലും ഉള്ളത്. പിന്നെ ഇത് മനുഷ്യരോട് പറയുന്ന വർത്തമാനമാണ്. ഫസ്അൽ ബിഹി ഖബീറ എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് നന്നായിട്ട് അറിയുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക. പിന്നെ നാലാമത്തെ ഒന്ന് ഫസ്അൽ ബിഹി, അവനോട് ചോദിക്കുക, അഥവാ അവനിൽ ബരമേൽപ്പിക്കുക, ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവനോട് ചോദിക്കുക. കാരണം അവൻ അർ-റഹ്മാനാണെന്ന് പറഞ്ഞല്ലോ. അർ-റഹ്മാനാണ് എന്നതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ അവന് ചോദിക്കുന്ന ആളെ സൂക്ഷ്മമായി അറിയുന്നവനുമാണ്. അഥവാ ആ അർ-റഹ്മാനിൻ്റെ അവസ്ഥ പറയുകയാണ്. അപ്പോൾ ഖബീറായവനോട് വേണം ചോദിക്കാൻ. അഥവാ അടിമയുടെ ആവശ്യങ്ങളും അടിമയുടെ അവസ്ഥകളും ഒക്കെ നന്നായിട്ട് അറിയുന്ന ഖബീറായ അവസ്ഥയിൽ ഉള്ളവൻ അർ-റഹ്മാനുമാണ്, പിന്നെ അവൻ ഖബീറുമാണ്. ആ അവസ്ഥയിൽ ഉള്ളവനോട് ചോദിക്കുക, മറ്റാരോടും ചോദിക്കണ്ട. ഫസ്അൽ ബിഹി എന്നുമാകാം വ്യാഖ്യാനം. എല്ലാം ഖുർആനിൻ്റെ ആശയമാണ്. അഥവാ വസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യുഅ്ബദൂൻ. താങ്കൾ വിവരമുള്ളവരോട് നിങ്ങൾ വിവരമുള്ളവരോട് ചോദിക്കൂ എന്ന് പറഞ്ഞതുണ്ട്. താങ്കൾക്ക് മുമ്പ് അയച്ച റസൂലുമാരോട് ചോദിച്ചു നോക്കൂ, മുമ്പെങ്കിലും അർ-റഹ്മാൻ അള്ളാഹിനെ കൂടാതെ വേറെ വല്ല ദൈവങ്ങളും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ചു നോക്കുക എന്ന് പറയുന്നതുണ്ട്. അതുപോലെ അള്ളാഹുവിനോട് ചോദിക്കൂ, ഉദ്ഉ റബ്ബക്കും എന്നൊക്കെ പറഞ്ഞത് ഒരുപാടുണ്ടല്ലോ. ഉദ്ഉഹു, അവനെ വിളിക്കൂ, അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞതും ഉണ്ട്. പിന്നെ അള്ളാഹുവിനോട് തന്നെ ചോദിക്കുക, അള്ളാഹുവിനെക്കുറിച്ച് നന്നായിട്ട് അറിയുക, അള്ളാഹുവിന് തന്നെയാണ്. അതും ഈ നാലും ഖുർആനിൻ്റെ ആശയങ്ങൾ തന്നെയാണ്. ഇവിടെ ഏതാണ് എന്നതിൽ
വ്യത്യസ്തമായ കാഴ്ചപ്പാട് പണ്ഡിതന്മാർക്കുണ്ട്. അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وأصحابه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.